രാവിലെ തന്നെ മീൻകാരൻ്റെ വിളി കേട്ട് മീനൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോൾ മരത്തിൻ്റെ പൊക്കത്ത് ഇതാണ്ടേ കുരങ്ങൻ. അക്കുഡൂസ് കുരങ്ങൻ്റെ അടുത്ത് 2-3 വർത്താനമൊക്കെ പറഞ്ഞപ്പം അക്കുഡൂസിൻ്റെ വർത്താനം കേട്ടിട്ടാണോ എന്നറിയില്ല, കുരങ്ങൻ്റെ വാടും നോക്കിപ്പോയി ഞങ്ങൾ വീട്ടിലേക്കും. അപ്പം നമുക്ക് നല്ല കൂന്തളാട്ടോ കിട്ടിയത്. അപ്പം നമുക്ക് എന്താക്കാം, ഇത് നന്നാക്കി എടുക്കണ്ടേ? നന്നാക്കി എടുക്കണമല്ലോ. നന്നാക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ്. അപ്പം നമുക്കിങ്ങനെ നന്നാക്കി എടുത്താൽ മാത്രം പോരല്ലോ, നമുക്കിത് കട്ട് ചെയ്തും കൂടി എടുക്കണ്ടേ, കട്ട് ചെയ്യണം. അപ്പം നമുക്ക് കൂന്തളൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട്, അധികം വലുപ്പമല്ല അധികം കുഞ്ഞതും അല്ലാത്ത രീതിയിൽ ഇതുപോലെയായിട്ട് നമുക്ക് കട്ട് ചെയ്യുക. ഞാൻ കട്ട് ചെയ്യുമ്പോൾ മീനിൻ്റെ മണം കേട്ടിട്ടാണോ എന്ന് പറയാൻ പറ്റത്തില്ല, പൂച്ചി അതാണ്ട് ഇതിലെയൊക്കെ നടക്കണു. അപ്പം നല്ല കൂന്തള കേട്ടോ, നല്ല ഫ്രഷ് കൂന്തള തന്നെയാണ്, നല്ല കൂന്തളാണ്, മോശമൊന്നുമല്ല. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കണ്ടേ? എരിവിനാവശ്യമായ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും, പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട്, മുളക് പൊടി കുറച്ച് കുറഞ്ഞു പോയി, അപ്പം കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മക്കളെ മിക്സ് ചെയ്യുക. നമ്മളെ മിക്സിങ്ങിലാണ് കാര്യം. മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ എന്താക്കണം, കുറച്ച് പെരിഞ്ചീരകം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കൂന്തള അവിടെ കിടന്നിട്ട് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ അടുത്ത വേണ്ട എന്താണെന്നല്ലേ പറഞ്ഞുതരാം. കൂന്തൾ വെന്ത് വരട്ടെ മക്കളെ. നമുക്ക് 2 പച്ചമുളകും കുറച്ച് തേങ്ങയും 2-3 കൊച്ചുള്ളി കേട്ടോ ഒന്ന് ചതച്ചെടുക്കാവേ. എന്നിട്ട് നമുക്കിതാണ്ടേ കൂന്തളൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നതിലേക്ക് ഈ അരപ്പല്ല കേട്ടോ, ഒതുക്കിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ഒതുക്കിയത് നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ മക്കളെ അടിപൊളി സ്മെല്ലാട്ടോ, വായിൽ വെള്ളം വരുന്നത്, അടിപൊളി മണമൊക്കെ ആട്ടോ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറിയ ഒരു ഉള്ളി മുറിച്ചത്, കറിവേപ്പില. ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിയായിട്ടേ ഇരിക്കുന്നത്, തണുപ്പ് കാരണമാട്ടോ ഇവിടെ. അപ്പം നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ എന്താക്കുക, ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുത്തത് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നന്നായിട്ട് വഴറ്റിക്കും കേട്ടോ. വഴറ്റി വരുമ്പം തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഉള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ പച്ചമുളക് എന്തെങ്കിലും ചുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് പറിച്ചതാണ്, അപ്പോൾ അത് പഴുത്തു പോയതാണ്. അപ്പം അതാ പച്ചമുളക് എന്ന് പറഞ്ഞപ്പം ചുവന്ന മുളക് അല്ല കേട്ടോ, അത് പച്ചമുളക് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റി വരുമ്പം നമുക്കിതിലേക്ക് നമ്മളെ കൂന്തൽ ഇട്ട് കൊടുക്കുക. ഈ കൂന്തൽ ഇടുമ്പം തന്നെ എന്തൊരു സ്മെല്ലോ, അടിപൊളിയാട്ടോ. ഇങ്ങനെ കൂന്തളൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ ഒരു നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ, പെട്ടെന്ന് തീരും. അത്രയ്ക്കും ടേസ്റ്റ് ആയതുകൊണ്ട് വേഗം തീരും. ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ ഫോൺ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ അവിടെ എൻ്റെ ഒരു വിരലാട്ടോ കാണുന്നത്. എന്ത് ചെയ്യാനോ, സ്റ്റാൻഡ് എങ്ങനെയെങ്കിലും ഞാൻ മേടിക്കും. പക്ഷേ മേടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ 100 കൂട്ടം ആവശ്യങ്ങൾ വേറെ ഉണ്ടാവും. അപ്പം സ്റ്റാൻഡല്ലല്ലോ, നമ്മളെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം മക്കളെ. ഇത് മാത്രം മതി കേട്ടോ, എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇതാണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പം ഈ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പം നമ്മൾ ചോറൊക്കെ തിന്നട്ടെ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇത് കുറച്ച് മല്ലിച്ചപ്പും കൂടി മേലെ ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.